നമസ്കാരം, വെൽക്കം ടു ഫുഡ് പ്രിൻസ്. അപ്പൊ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. അപ്പൊ അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഒരു വീഡിയോ പിൻ ചെയ്യുന്നൊക്കെ, പക്ഷെ ആ വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പോ ഏതായാലും ഇന്ന് ഒരു ലോങ് വീഡിയോ ആണ്. വേറെ ഒന്നല്ല, ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു ഗാർഡൻ ഉണ്ട്. അപ്പൊ അത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ പിന്നിലുള്ള മെയിൻ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ്, അരുണേട്ടനാണ്. അപ്പൊ അരുണേട്ടൻ അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ ചെടിത്തോട്ടം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെടികളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരുന്നതും ഇവിടെ വളമിടുന്നതൊക്കെ ഞാനാണെങ്കിലും ഇത് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത് സംരക്ഷിക്കുന്നത് ഞാനും അമ്മയും കൂടിയാണ്. അമ്മയും ഇവളോടെയാണ് ഇതിൽ നനയ്ക്കുന്നതും പുല്ല് പറിക്കുന്നതും എല്ലാം ഇവര് തന്നെയാണ് കേട്ടോ ചെയ്യണേ. ശരിക്കും ഇവിടെ പലതരത്തിലുള്ള ചെടികൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. കോളേജ് വിട്ട്, ഞാൻ കോളേജിലെ അധ്യാപകനാണ്. അപ്പോൾ കോളേജ് വിട്ട് വരുന്ന സമയത്ത് പലതരത്തിലുള്ള ചെടികൾ, അതിൽ ഓർക്കിഡാണ് ഇപ്പോൾ മെയിൻ. എനിക്കിപ്പോൾ മെയിനായിട്ടുള്ള ക്രേസ് എന്ന് പറയുന്നത് ഓർക്കിഡാണ്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയ ബാക്കിയുള്ള ചെടികളൊക്കെ വാങ്ങിക്കാറുണ്ട്. ആദ്യമൊക്കെ റോസിനോടായിരുന്നു കമ്പം. റോസിനോടായിരുന്നു ആദ്യമൊക്കെ കമ്പം. ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ 2019-20 ആ കൊറോണ സമയം ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് ഒരു ഇഷ്ടം തോന്നിയിട്ട് ഒരു മഞ്ഞ റോസ് വാങ്ങിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അങ്ങനെ വാങ്ങിച്ച് പിന്നെ ശേഖരിച്ച് ആദ്യം റോസുകൾ പലത് വാങ്ങിച്ച് അങ്ങനെ 15 വെറൈറ്റി റോസുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് നോക്കാനുള്ള ഒരു തിരക്ക് കൂടിയപ്പോൾ അത് നോക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ കുറെ പെട്ടെന്ന് തന്നെ പുഴു പിടിക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോസുകളിലെല്ലാം തന്നെ പുഴു പിടിച്ചിട്ട് അത് കുറേയൊക്കെ പോയി. പിന്നെ 55 എന്നുള്ള 12-13 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ചെടികളൊക്കെ അത്യാവശ്യം ഓർക്കിഡുകളുണ്ട്, ക്രീപ്പേഴ്സ് ഉണ്ട്, ക്ലൈംബേഴ്സും, ചെത്തി, അങ്ങനെ പല ചെടികളൊക്കെ ഞങ്ങൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് ക്രേസ് കൂടുതൽ ഈ ബൊഗെയിൻവില്ലയും അതേപോലെ ഈ ഓർക്കിഡിനോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ പലതരത്തിലുള്ള ഓർക്കിഡ്, അതിൽ നല്ല നല്ല പ്രത്യേകതയുള്ള ഓർക്കിഡൊക്കെ ഉണ്ട്. നല്ല പല കളേഴ്സും പല വെറൈറ്റി ഷേപ്സും. ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കി അറിയാൻ പറ്റും പല തരത്തിലുള്ള ഓർക്കിഡ്സ് ഇവിടെ ഞങ്ങളിവിടെ ഇങ്ങനെ തൂക്കിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒച്ച ശല്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒച്ചൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് സാധാരണ എല്ലാവരും തൂക്കിയിടുന്നത് പോലെ തന്നെ ഓർക്കിഡ്സ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ സൈഡിൽ ഇങ്ങനെ വീടിൻ്റെ പോകുന്ന വഴികളിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ളതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ വീട്ടിലുള്ള പലതരത്തിലുള്ള ഓർക്കിഡ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ എൻ്റെ കയ്യിൽ മെയിൻ ആയിട്ടുള്ള ഓർക്കിഡ് കളക്ഷൻസിൽ വരുന്നത് ഡെൻഡ്രോബി ഓർക്കിഡ്സ് ഉണ്ട്. പലതരത്തിലുള്ള 10, 60, 65 തരത്തിലുള്ള ഡെൻഡ്രോബി ഓർക്കിഡ്സ് ഉണ്ട്. പിന്നെ ഇതിൽ കണ്ടില്ല, വാൻഡയുടെ ഏകദേശം ഒരു 10-12 തരത്തിലുള്ള ഉണ്ട്. പിന്നെ മൊക്കാറ ഓർക്കിഡ്സ് ഉണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ്. ഇനി ഇത് കൂടാതെ ഫെനലോപ്സിസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് കുറേയൊക്കെ പോയി. അത് കാരണം ഇപ്പം ഞാനത് അങ്ങനെ നോക്കാറില്ല. അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ഓർക്കിഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഓർക്കിഡ്സൊക്കെ ഞാൻ ആദ്യം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ വീടിൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു ഇതെല്ലാം ഇട്ടത്. അപ്പോൾ അതിലൊന്നും ആദ്യം പൂക്കളൊന്നും ആദ്യം ഉണ്ടാവുന്നുണ്ടായില്ല. ഞാൻ കുറേയൊക്കെ വാങ്ങിക്കും, പക്ഷേ ഇത് അതുപോലെ നിൽക്കുന്നു, പൂക്കൾ ഉണ്ടാവുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ചെയ്യണം, ഇനി ഞാൻ ഓർക്കിഡ്സ് വളർത്തുന്നില്ല എന്ന രീതിയിലേക്കൊക്കെ ഞാൻ വന്നായിരുന്നു. പിന്നെ ഞാൻ ഒരു ദിവസം ഈ കുണ്ടന്നൂർ ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ സൈഡിൽ ഒരു ചേട്ടൻ കുറച്ച് ഓർക്കിഡ്സ് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 2-3 ഓർക്കിഡ്സ് വാങ്ങിച്ചു. പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഓർക്കിഡ്സ് ഇങ്ങനെ വാങ്ങിക്കുന്നല്ലാതെ എൻ്റെ കയ്യിൽ കറക്റ്റായിട്ട് പൂവുന്നുണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിടത്ത് നല്ല രീതിയിൽ പൂവുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ഓർക്കിഡ്സൊക്കെ ഞാൻ എല്ലാം ഈ റൈറ്റ് സൈഡിൽ ഇട്ടപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീടിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ കാറ്റൊക്കെ അവിടെ വരാനുള്ള ഒരു സൗകര്യം കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാറ്റും വെളിച്ചത്തിൻ്റെ പ്രശ്നമായിരിക്കാം എന്നോർത്ത് ഇതെല്ലാം എടുത്തിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇട്ടു. അപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡിലുള്ള സമയത്ത് എപ്പോഴും ഞാൻ നനയ്ക്കും, അതിന് ഞാൻ അതുപോലെ വളമൊക്കെ ഇടുമായിരുന്നു. പക്ഷെ എന്നിട്ടും അതൊന്നും വലുതാവുന്നുണ്ടായില്ല. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലെല്ലാത്തിലും തന്നെ ബഡ്സ് വന്നു, നല്ല രീതിയിൽ വളരുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഓർക്കിഡ്സ് എന്ന് പറയുന്നത് ഞാൻ നട്ടാലും അതിൽ ഞാൻ വളർത്തിയാലും ഇതിലൊക്കെ പൂക്കൾ ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ പിന്നെയാണ് ഞാൻ കൂടുതൽ ഓർക്കിഡ്സൊക്കെ ഞാൻ വാങ്ങിക്കാൻ തുടങ്ങിയത്. ഈ ചെടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഇതിൽ വെള്ളം ഒഴിക്കുന്നതും ഇതിലെ പുല്ലൊക്കെ പറിക്കുന്നതും ഇതൊക്കെ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വൈഫും അമ്മയും കൂടിയാണ് കേട്ടോ. ദിവസം വെള്ളം ഒഴിക്കാറില്ല, 1-2 വെള്ളം ഒഴിക്കുന്നത്.
പക്ഷേ അത് 3 മണിക്കൂർ ഒരു പരിപാടിയാണ്. പക്ഷെ അവർ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. എല്ലാം കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ ഈ ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് പൈസയുള്ള ചെടികളൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം അങ്ങനെ അവർ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടം കണ്ടിട്ടാവാം, അല്ലെങ്കിൽ ഞാനിത് എന്നും വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് നോക്കുന്നത് കണ്ടിട്ടാവാം, ഇപ്പോൾ ഇവർ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാ രീതിയിലും. അവർ വേറെ ഒരു ഇഷ്ടം ഇവർക്കും കൂടി ഇഷ്ടം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ നല്ല പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ തന്നെ ഫോട്ടോ എടുത്തിട്ട് അമ്മയാണെങ്കിലും വൈഫാണെങ്കിലും സ്റ്റാറ്റസ് ഇടുന്നൊക്കെ ഇവർ സ്ഥിരം പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ചെടികളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ചില ഓർക്കിഡ്സ് അല്ലെങ്കിൽ ചില ചെടികൾക്കൊക്കെ നല്ല വിലയൊക്കെയാണ്. ചിലപ്പോൾ 800 രൂപയൊക്കെ വരും. പക്ഷെ ഞാൻ എന്നാലും ഒരു 200, 250 രൂപയ്ക്കാണ് പറയുള്ളൂ. കാരണം ഇവരുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. പക്ഷെ ഇപ്പോൾ ഇവർ ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങി. എന്നാലും എല്ലാ രീതിയിലും ഇവർ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഉള്ള ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ മെയിനായിട്ട് ഡെൻഡ്രോബിയം കളക്ഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള ഓർക്കിഡ്സിനെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങളിവിടെ നോക്കി അറിയാൻ പറ്റും, ഈ ഓരോ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഈ ഓർക്കിഡ്സിൽ ഓരോന്നിലും തന്നെ ചെറിയൊരു ഓർക്കിഡ് തൈയാണ്. ഇതിൽ തന്നെ ബഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്, 1-2 ബഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഓർക്കിഡ്സ് ഒന്നും ഞാൻ അങ്ങനെ നോക്കാറൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതിലൊക്കെ നല്ല രീതിയിൽ ബഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഏകദേശം 2 മാസത്തോളം ഞാനിപ്പോൾ ഇതിനൊക്കെ ഒന്ന് വളമൊക്കെ ഇട്ടിട്ട്, എന്നിട്ടും ഇതിലൊക്കെ നല്ല രീതിയിൽ പൂക്കൾ വരുന്നുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു വേറൊരു വെറൈറ്റിയാണ്. കണ്ടില്ലേ, ഇതിൽ പൂക്കൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം കണ്ടറിയാൻ പറ്റും, ഒരു പ്ലാസ്റ്റിക് പൂവില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്, അതേപോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരാഴ്ച മുമ്പ് ഇതിൽ നിന്ന് ഒരു പൂവ് ഇങ്ങനെ അടർന്നു പോന്നായിരുന്നു. പക്ഷേ ഈ പൂ കണ്ടില്ലേ, ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതിലെ പൂവ് കണ്ടില്ല, അതേപോലെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഇതിലെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു പ്രാവ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രത്യേക ഒരു രീതിയിലാണ് ഈ ഒരു പൂ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊരു വേറെ ഒരു ഐറ്റമാണ്. കണ്ടില്ലേ, ഇത് ഡെൻ റാബിറ്റ് വൈറ്റ് എന്ന് പറയും. ഇതിൽ ഒരു വൈറ്റ് പൂവാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇതിൽ കൊലച്ച് ഉണ്ടാവുമ്പോൾ ഇതിൽ ഒരുപാട് പൂവായിട്ടാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് വേറൊരു ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. ഇത് സാധാരണ എല്ലാവരുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. കണ്ടില്ലേ, ഇത് എപ്പോഴും തന്നെ പൂവുണ്ടാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഡെൻഡ്രോബിയം. അതുപോലെ ഇതിൽ ഒരുപാട് തൈകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഓർക്കിഡ്സ് നമുക്ക് എല്ലാം ഒരേപോലെയാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം കാണിച്ച ഓർക്കിഡ്സിൻ്റെ ഒക്കെ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഈ ഒരു കൂമ്പ് ആ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെയൊക്കെ ഈ ഒരു കണ്ടില്ലേ ബഡ്സ് ഒക്കെ വരുന്നത്. പക്ഷെ ഈ ഒരു ഓർക്കിഡ് നോക്കിക്കേ, ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, തണ്ടിൽ നിന്നാണ് ഇതിൻ്റെ ബഡ് വന്നത്. ഇത് ഏകദേശം ഒരു മാസത്തോളം അതിലെ പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത്. ഇപ്പോഴും കണ്ടില്ല, അതേപോലെ തന്നെ നിൽക്കുവാണ്. ഇതെല്ലാം ഡെൻഡ്രോബിയം ഓർക്കിഡാണ് കേട്ടോ. ഇനി കണ്ടില്ലേ, ഇതൊക്കെ വേറെ വെറൈറ്റി ഐറ്റമാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരാഴ്ച 2 ആഴ്ച ഇതിൽ പൂവുണ്ടായിട്ട്, ഇത് കണ്ടില്ല, കൂമ്പിൽ നിന്നാണ് ഇതിൻ്റെ പൂ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പൂവാണ്, നല്ല ഭംഗിയുള്ള ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡാണ് ഈ ഒരു ഓർക്കിഡ് എന്ന് പറയുന്നത്. പിന്നെ കണ്ടില്ലേ, ഈ ഓർക്കിഡ്സ് എല്ലാം തന്നെ പൂക്കളായിട്ട് നിൽക്കുവാണ്. ഇത് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ഇതിലെ പൂ വിരിഞ്ഞിട്ട്. പ്രത്യേക ഭംഗിയാണ്, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. പല ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡാണിത്. നല്ല രസമാണ് ഇതിൻ്റെ പൂവൊക്കെ കാണാൻ. കണ്ടില്ലേ, ഇതിൻ്റെ വേറെ പ്രത്യേകം ഞാൻ പറഞ്ഞില്ല, ഇതിനൊന്നും ഞാൻ വളമൊന്നും ഇടാറില്ല. ഇപ്പോൾ ഞാൻ 2 മാസമായി ഞാൻ വളം ഇട്ടിട്ട്. എന്നിട്ടും ഇതിലൊക്കെ നല്ല രീതിയിൽ പല തൈകളൊക്കെ ഉണ്ടല്ലേ, തൈകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ തൈകളൊക്കെ മാറ്റി നടാനേ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതാണ് വേറൊരു രസം എന്ന് പറയുന്നത്. പിന്നെ കണ്ടില്ലേ, ഇതും അതുപോലെ തന്നെ. ഇതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഇന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ഇതിലൊക്കെ ബഡ്സ് വന്നതാണ്. അപ്പോൾ ഞാൻ ഓർത്ത്, ഞാനിത് വളമൊന്നും ഇട്ടില്ലെങ്കിലും ഈ ഗ്രീൻ കെയറും അതുപോലെ മിറാക്കിളൊന്നും ഇട്ടില്ലെങ്കിലും പൂക്കളൊക്കെ വരുമെന്ന് എനിക്ക് മനസ്സിലായി. അത് കണ്ടില്ലേ, അപ്പോൾ കാറ്റും വെളിച്ചെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ പൂവൊക്കെ ചെറിയൊരു ഐറ്റം, ഒരു മിനിയേച്ചർ ഐറ്റമാണെന്ന് പറയാൻ പറ്റും. ഇതിലും കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പൂവാണ്. പിന്നെ ഇത് വേറൊരു ഐറ്റമാണ്. ഇതിൻ്റെ പേര് വിട്ടുപോയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ പൂ വേറൊരു തരത്തിലുള്ള പൂവാണ്. കണ്ടില്ലേ, ഇത് ഡെൻഡ്രോബിയാണ്. ഇതിൻ്റെ പൂവും വേറെ തരത്തിലുള്ള ഒരു പൂവാണ്. കണ്ടില്ല, അപ്പം ഞാൻ ഈ കാണിച്ചേക്കണ എല്ലാത്തിലും ഇപ്പോൾ പൂക്കളായിട്ടുണ്ട്, അല്ലെങ്കിൽ ബഡ്സ് ആയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ വിടരും. ഇത് വേറൊരു ഐറ്റം. കണ്ടില്ലേ, ഇതിലും ബഡ്സ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോ എല്ലാ തൈകളിലും ഇതിൽ ബഡ്സ് വന്നിട്ടുണ്ട്. ഇതെല്ലാം പുതിയ തൈകളാണ്, ഞാൻ വാങ്ങിച്ച സമയത്തുള്ള തൈകളല്ല. ഇതൊക്കെ വീണ്ടും വേറെ തൈകൾ വന്നിട്ട് അതിൽ ബഡ്സ് വന്നതാണ്. ഇത് വേറൊരു ഐറ്റമാണ്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പേര് ഡെൻഡ്രോബിയം കോമ്പാക്ട് സ്പ്ലാഷ് എന്നാണ്. കണ്ടില്ലേ, ഇതിൻ്റെ പൂ കണ്ടില്ലേ,
എന്തോ രീതിയിലൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ അലങ്കരിച്ച് ഒരു ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു പൂവാണ് ഇതിൻ്റെ കേട്ടോ. ഇതും ഒരു ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു ഐറ്റമാണ്. നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതും ഏകദേശം ഒരു 1-2 ആഴ്ചയായി ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്ന ഒരു പൂവാണ്. പിന്നെ കണ്ടില്ലേ, ഇത് വേറെ ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. ഇതിൻ്റെ പൂ കാണാൻ അത്ര ഭംഗി, ഇത് വേറെ ഓരോന്നും ഓരോ രീതിയിലുള്ളതാണ്. ഇതിൻ്റെ ഒരു ഒരു ഷേപ്പ് എന്ന് പറയുന്നത് വേറെ ഷേപ്പാണ്. ഇതും അതുപോലെ കണ്ടില്ലേ, കൂമ്പ് ഈ സൈഡിൽ നിന്നല്ല കൂമ്പിൽ നിന്നാണ് ഇതിന് പൂ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ സൈഡിലുള്ള എല്ലാ ഡെൻഡ്രോബിയത്തിലും തന്നെ പൂക്കൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബഡ്സ് വന്നിട്ടുണ്ട്. ഇത് വേറെ ഒരു ഐറ്റമാണ്. ഇതിലും അങ്ങനെ തന്നെ ബഡ്സ് വന്നിട്ടുണ്ട്. ഇതില്ലേ എല്ലാം തന്നെ പൂക്കൾ ഒന്നെങ്കിൽ ബഡ്സ് അല്ലെങ്കിൽ പൂ വിടരാറായിട്ട് നിൽക്കുന്നതൊക്കെയാണ്. ഇത് വേറെ ഒരു ഐറ്റം. ഇതിലും അങ്ങനെ പൂവൊക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമൊക്കെ ഞാൻ വാങ്ങിച്ച് നടുമ്പോൾ ഇതിൽ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് നിൽക്കണതുകൊണ്ടാണോ അതോ നല്ല കാറ്റും വെളിച്ചം കിട്ടുന്നതുകൊണ്ടാണോ ഇത് നല്ല രീതിയിൽ പൂക്കൾ വരുന്നുണ്ട്. നമ്മൾ കുറേ ചെടികളൊക്കെ നമ്മൾ വാങ്ങിച്ച് അതിൽ പൂക്കളൊക്കെ ഉണ്ടാവുകയും അത് നല്ല രീതിയിലൊക്കെ നിൽക്കണ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു കുറച്ച് നേരം ഒരു 15 മിനിറ്റെങ്കിലും ഞാൻ രാത്രിയാകുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും. ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ഞാൻ ഈ ചെടിത്തോട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ്. കാരണം ഇവിടെ ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ വാൻഡയുണ്ട്, അതേപോലെ മൊക്കാറോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ഹോയ ഉണ്ട്, അതുപോലെ മരമുല്ല, പിച്ചിപ്പൂവ്, അതേപോലെ പല സ്മെല്ലൊക്കെ വരുന്ന പല ചെടികൾ ഇവിടെ ഉണ്ട്. ഇതിലെല്ലാം തന്നെ അതുപോലെ നിശാഗന്ധിയൊക്കെ ഉണ്ട്. ഇതൊക്കെ പൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സ്മെല്ലാണ്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം നിൽക്കുമ്പോൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര സമാധാനക്കേടാണെങ്കിലും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേക സമാധാനം കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് ചെടികൾ വളർത്തുന്നതും അത് നോക്കുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2020 കൊറോണ സമയത്താണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇത് എന്തായാലും നല്ല രീതിയിലൊക്കെ പോകുന്നു. ഇതിലെ പൂക്കളെ കാണാനും അത് വീണ്ടും വീണ്ടും നടാനുള്ള ഒരു ഊർജ്ജമൊക്കെ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ പൂക്കൾ ഉണ്ടാവുന്നത് തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കണ്ടില്ല, ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഈ സൈഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ജസ്റ്റ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലും കുറച്ച് ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഒക്കെ, ഇതൊക്കെ തൈകളാണ്. ഈ എല്ലാം തന്നെ ഡെൻഡ്രോബിയം ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ 1-2 മൊക്കാറോ ഐറ്റംസ് ഉണ്ട്. കണ്ടില്ലേ, ഇതാണ് ഒരു മൊക്കാറോ ഓർക്കിഡ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ പൂ കണ്ടില്ലേ, ഒരു യെല്ലോ ഐറ്റമാണ്. ഇതുപോലെ തന്നെ എൻ്റെ ഇത് യെല്ലോ അല്ല, ഒരു ഓറഞ്ച് ഐറ്റം എന്ന് പറയാൻ പറ്റും. ജസ്റ്റ് കണ്ടില്ലേ, ഇതിൻ്റെ പൂ കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ ഒരു വൈറ്റിൽ സ്പോട്ടുള്ള ഒരു മൊക്കാറോയാണിത്. ഇതിലെ പൂ കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ കാണാൻ ഒരു ഭംഗിയാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു വാൻഡയാണ്. ഈ വാൻഡ ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതിൻ്റെ ഈ പൂക്കളെ പോലെ തന്നെ ഒരു ഭംഗിയുള്ളതാണ് ഇതിൻ്റെ വേരുകൾ എന്ന് പറയുന്നത്. ഈ പെൺകുട്ടികളുടെയൊക്കെ മുടിയൊക്കെ കിടക്കില്ലേ, അതേപോലെയാണ് ഇതിൻ്റെ വേര് കിടക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ഈ പൂക്കൾ പോലെ തന്നെ എനിക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ വേരും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പേരെന്ന് പറയുന്നത് വാൻഡ ബിഗ് റെഡ് എന്നാണ്. ഇതിൽ കണ്ടില്ലേ, ഒരു മൊട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബഡ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു റെഡ് കളറാണെന്ന് തോന്നുന്നു കേട്ടോ. റെഡ് എന്നാണല്ലോ പേര് തന്നെ. അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്, റെഡ് കളറാണ്. ഇത് വിരിയുമ്പോൾ അറിയാം ഇത് എങ്ങനെയാണ് ഇരിക്കണമെന്നൊക്കെ. ഇതിൽ ആദ്യമായിട്ട് പൂവ് ഉണ്ടാവുന്നതാണ്. ഇതിൽ വരെ പൂവ് ഉണ്ടായിട്ടില്ല. ഇത് വിരിയുമ്പോൾ അറിയാം ഇത് എങ്ങനെയാണെന്ന്. ഇതും അതേപോലെ തന്നെ വേറൊരു ഇതാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് വാൻഡ കുൽവാടി എന്ന് പറയും. ഇതിലും പൂക്കൾ ഉണ്ടായിട്ടില്ല. ഇത് പൂക്കൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ പൂവ് ആയിട്ടില്ല. ഇതിൽ ഒരു തവണ പൂ ഉണ്ടായി, പൂ മറന്നു പോയതാണ് കേട്ടോ. എനിക്കൊന്ന് പിങ്ക് കളറാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പൂവ്. ഇത് ഹോയാണ്. ഹോയയിൽ ഇപ്പോൾ ഒരു പൂ ഉണ്ട്, കണ്ടില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ല സ്മെല്ലുമാണ്. ഇതിൻ്റെ പൂവിന് നല്ല സ്മെല്ലാണ് കേട്ടോ. ഇപ്പോഴല്ല സ്മെല്ല് നമ്മൾ അറിയണം, രാത്രി നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്രത്യേക സ്മെല്ലാണ്. ഇത് ഹോയയുടെ ഒരു ബ്രൗൺ കളർ ഐറ്റമാണ് ഇത് ഹോയ. കണ്ടില്ലേ, ഇത് വിരിഞ്ഞിട്ടില്ല, ഇത് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 2020 ടി വിയിലൊക്കെ കാണിക്കില്ലേ ഈ കൊറോണ സ്ട്രക്ചർ, അതേപോലെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വേറെ ഐറ്റം. ഇത് ഒരു 2 ആഴ്ച ഒരു 2 മാസത്തോളം ഇതിൽ പൂവുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ പൂവില്ല. ഇതിൻ്റെ കളറ് ഏകദേശം പിങ്ക് കളർ, പിങ്കിൽ ഇങ്ങനെ കുത്തായിട്ട് സ്പോട്ടുള്ള ഒരു വാൻഡയാണ്. ഇതിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ പേര് കണ്ടോ, നല്ല ഭംഗിയാണ്. പിന്നെ ഇതിനൊന്നും വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും മണ്ണൊന്നും വേണ്ട, ഇതിങ്ങനെ എയറിൽ നിന്ന് തന്നെ വളർന്നോളും. ഇടയ്ക്ക് ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് ഇതിനൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കണേ കേട്ടോ. പിന്നെ ഇതും വേറൊരു ഐറ്റമാണ്. ഇത് എത്ര പേരുടെ കയ്യിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ഒരു വെറൈറ്റി ഐറ്റമാണ്. ഡെൻഡ്രോബിയം ബ്ലാക്ക് പപ്പുവ എന്ന് പറയും. ഇത് ബ്ലാക്ക് ഓർക്കിഡാണ്.
ഇത് പ്രത്യേക ഓർക്കിഡ്, ഇതിൽ പൂ ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ തൈ വാങ്ങിച്ച് ഇതിലിപ്പോൾ ഒരുപാട് തൈകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് തൈകളായി ഇതിൽ. ഇപ്പോൾ 2-3 തൈ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇതിൽ ഒരുപാട് തൈ ഉണ്ടായി, പക്ഷെ പൂവ് ഉണ്ടായിട്ടില്ല. ഇനി വല്ല സീസൺ ഉണ്ടോ എന്ന് അറിയില്ല. ഇതിന് ബ്ലാക്ക് ഓർക്കിഡാണ്, ഇത് ബ്ലാക്ക് പൂവാണ് ഇതിൻ്റെ. പിന്നെ ഇത് വേറൊരു ഹോയാണ്. ഇതൊരു വൈറ്റ് ഹോയാണ് കേട്ടോ. വൈറ്റിൽ ഒരു ഷെയ്ഡുള്ള ഒരു ഹോയാണ്. ഇത് വേറൊരു വാൻഡയാണ്, വാൻഡ ഓർക്കിഡാണ്, യെല്ലോ വാൻഡയാണ്. കണ്ടില്ല, ഈ ഒരു പൂ എന്ന് പറയുന്നത് അതുപോലെ 1 മാസത്തോളമായി ഇതിൽ പൂവായിട്ട് നിൽക്കണം. നല്ല ഭംഗിയാണ് ഇതിൽ പൂവ് കാണാൻ കേട്ടോ. ഡവ് ഓർക്കിഡാണ്, ഇതിൻ്റെ തൈയാണുള്ളത്. കുറേ ദിവസമായി, ഒരു വർഷത്തോളം ഇത് വാങ്ങിച്ചിട്ട്. ഡവ് ഓർക്കിഡാണ്. ഈ ഡവ് ഓർക്കിഡിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രാവ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന രീതി, ആ ഷേപ്പ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ പ്രാവ് എങ്ങനെയാണോ അത് ഒരു കൂട്ടിലിരിക്കണ എങ്ങനെ അതേപോലെയാണ് ഈ ഓർക്കിഡിലെ പൂവാണ്. പക്ഷെ ഇതിൽ പൂ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത് കാണാനുണ്ട്, പക്ഷെ അതിൽ പൂവില്ല. പിന്നെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ്സ് കണ്ടോ, ഇതൊക്കെ എല്ലാം തൈകളാണ്. ഇത് പല കളറുകളുണ്ട് കേട്ടോ. ഇതിൽ നമ്മുടെ സാധാരണ വീടുകളിൽ കാണുന്ന ഏതൊക്കെയാണ്? നമുക്ക് സാധാരണ ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ വയലറ്റ്, പിന്നെ കാണുന്നത് ഏതാണ്? പിങ്ക് ഉണ്ടാവും അല്ലെ, വൈറ്റ് ഉണ്ടാവും, അതൊക്കെയാണുള്ളത്. പക്ഷെ ഇത് വേറെ ഒരു കണ്ടല്ലോ, ഇതിൽ പൂവുണ്ട്. ഇത് അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒരു ഐറ്റം അല്ല. നോക്കുമ്പോൾ നിങ്ങൾക്ക് അതാണെന്ന് തോന്നും, പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള ഷെയ്ഡ് വേറെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് വേറെ ഷെയ്ഡ് ഇതാണ്. പിന്നെ അതുപോലെ ഇത് യെല്ലോ ഉണ്ട്, യെല്ലോയിൽ ഷെയ്ഡ് ഉള്ളതുണ്ട്. ഈ ഓർക്കിഡ്സ് എല്ലാം, ഗ്രൗണ്ട് ഓർക്കിഡ്സ് എല്ലാം തന്നെ പുതിയ വെറൈറ്റിയാണ്. ഇതിലൊന്നും പൂവായിട്ടില്ല. പൂവാകുമ്പോൾ ഞാൻ എന്തായാലും എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. ഇപ്പം എന്തായാലും പൂവില്ല ഇതിലൊന്നും. പിന്നെ ഇത് കൂടാതെ പിന്നെ ഓർക്കിഡ് കളക്ഷനിൽ വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വാൻഡ ഓർക്കിഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വാൻഡ ഓർക്കിഡ് അല്ലാതെ കുറച്ച് വാൻഡ ഓർക്കിഡ്സ് ഞാൻ ഈ സൈഡിൽ, കുറച്ച് വെയിൽ വേണം. വാൻഡ ഓർക്കിഡ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് വെയിൽ വേണം. അതുകൊണ്ട് തന്നെ ഈ വാൻഡ ഓർക്കിഡ്സ് ഒക്കെ മിനിയേച്ചർ ഉണ്ട്, കണ്ടില്ലേ? ഈ മിനിയേച്ചർ ആണ്. ഇതിലും കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതിൽ ബഡ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ ബഡ് ഉണ്ട്, മിനിയേച്ചർ, ഇതിൽ പൂവുണ്ട്, കണ്ടില്ലേ? ഇതിലും ബഡ്സ് വന്നിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ പിന്നെ ഇതിലൊക്കെ പൂ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇതെല്ലാം കുറച്ച് വെയിൽ വേണ്ട കാരണം തന്നെ ഞാൻ ഈ സൈഡിൽ കൊണ്ട് ഇട്ടേക്കുവാണ്. ഇതെല്ലാം വാൻഡ ഓർക്കിഡാണ്. ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണല്ലോ. ഇപ്പോൾ ജാനുവരിയിലൊക്കെ നമുക്ക് മഞ്ഞുകാലമാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെയിൽ കാരണം ഈ ചിലതിനൊക്കെ മഞ്ഞ കളർ വന്നിട്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ മഞ്ഞ കളർ വരാതിരിക്കാനാണ് ഇവിടെ ഞാൻ ഈ ഒരു ഷീറ്റ് ഇങ്ങനെ ഇട്ടേക്കണത്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം അങ്ങനെ മഞ്ഞ കളറൊന്നും വന്നുള്ള പ്രശ്നമൊന്നുമില്ല. ചില ചെടികളൊക്കെ നോക്കി അറിയാൻ പറ്റും, കണ്ടില്ലേ? ഇതിനൊക്കെ ചില ഓർക്കിഡ്സ് ഒക്കെ മഞ്ഞ കളറായിട്ട് അങ്ങ് പോയായിരുന്നു. പിന്നെ ഒച്ചു ശല്യം ഉണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ചില ഓർക്കിഡ്സിലൊക്കെ ഒച്ച് വന്ന് ഇരുന്ന് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ രാത്രി വന്ന് നോക്കും. ഇടയ്ക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഒച്ചൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പിട്ട് ആ ഒച്ചിനെയൊക്കെ കൊന്നു കളയാറുണ്ട്. പക്ഷേ ഈ തൂക്കിയിട്ടേ പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും വരാറില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ഇവിടെ എൻ്റെ ഓർക്കിഡ്സിൽ ഞാൻ മെയിനായിട്ട് ഓർക്കിഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. പല തരത്തിലുള്ള ഓർക്കിഡ്സ് ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തേക്കണേ. ഇനി ജസ്റ്റ് ഞാൻ നിങ്ങളെ എൻ്റെ കയ്യിലുള്ള റോസ് കാണിച്ചു തരാം. അപ്പം ഞാൻ ആദ്യം ഇത് തുടങ്ങിയത് റോസിലാണ്, ഞാൻ പറഞ്ഞല്ലോ. റോസിലാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. റോസ് ഏകദേശം 10-55 തരത്തിലുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 12-13 തരത്തിലുള്ള റോസുകളാണ്. അപ്പം ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഈ റോസുകളൊക്കെ, ഇതൊക്കെ ഞാൻ ആദ്യം വാങ്ങിച്ച റോസാണ്. യെല്ലോ കളർ ഉണ്ട്. ഇതൊക്കെ പല റോസുകളുണ്ട്. പിന്നെ ഇത് കൂടാതെ കുറച്ച് റോസുകളൊക്കെ ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അതിലിൻ്റെ സൈഡിലാണ് റോസൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലൊക്കെ പൂക്കളൊക്കെ വന്ന് തുടങ്ങുന്നു. ഞാൻ പറഞ്ഞില്ലേ, DAP ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മുട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ റോസും ഓർക്കിഡും കൂടാതെ വേറെ കുറച്ച് ചെടികളൊക്കെ ഞാനിവിടെ വളർത്തുന്നുണ്ട്. ഇത് കണ്ടില്ലേ, പല തരത്തിൽ ക്രീപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ക്രീപ്പേഴ്സ്, ഇത് കാറ്റ്സ് ക്ലോ ആണ്. ഈ കാറ്റ്സ് ക്ലോയിൽ ഇപ്പോൾ പൂവൊക്കെ 1-2 കുറച്ച് പൂവൊക്കെ ഉണ്ടാവണുള്ളൂ. പക്ഷേ ഇതിലൊരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് ചുറ്റും ഇത് ഫുള്ളും ഇങ്ങനെ പൂവായിട്ട് നിൽക്കുക. അത് നല്ല ഭംഗിയാണ് ഇതിൽ കാണാൻ, ഇതിലെ പൂവ് കാണാൻ കേട്ടോ. കാറ്റ്സ് ക്ലോ ആണ്. ഒരുപാട് ഇതിൻ്റെ 2 തൈ എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ എല്ലാത്തിലും നല്ല രീതിയിൽ പൂവുണ്ടാവുന്നതാണ്. പിന്നെ അതുപോലെ കുറച്ച് ഇൻഡോറൊക്കെ ഞാൻ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ ഇൻഡോറൊക്കെ പല ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഏകദേശം ഒരു ഇതുപോലെ തന്നെ 10-62 തരത്തിൽ ഇൻഡോർ ഉണ്ട്. അത് നമുക്ക് പിന്നെ പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും ഞാൻ വേറെ ചെടികളെ കാണിച്ചു തരാം. ഇത് ചെത്തിയാണ്. ചെത്തിയുടെ അതേപോലെ തന്നെ പല കളർ ചെത്തിയുണ്ട്. പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് വെച്ചേക്കണത്. വെയിലൊക്കെ എങ്ങനെയാണ് കിട്ടണത്? ചെത്തിക്കൊക്കെ വെയിൽ വേണമല്ലോ. അതുപോലെ ചെമ്പരത്തിക്കൊക്കെ വെയിൽ വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ചെമ്പരത്തി ചെത്തിയൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്.
പിന്നെ ഇതൊരു ഒരു പൂവിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഇതൊരു മഞ്ഞ കളർ ഒരു പൂവ് ഒക്കെ പോയി. മഞ്ഞയും ഇതിൻ്റെ ഈ ഒരു ചെടിയുടെ ഇതിൽ പൂവിൻ്റെ മഞ്ഞയുണ്ട്, അതുപോലെ തന്നെ ഷെയ്ഡ് ഉള്ളതുണ്ട്, അതിൻ്റെ പിങ്ക് ഉണ്ട്. ഇതിൻ്റെയൊക്കെ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ഇത് വേറൊരു ചെടിയാണ്. ഇതിൽ കണ്ടോ നല്ല രീതിയിൽ പൂവുണ്ടായിട്ടുണ്ട്. ഇത് നീലക്കൊടുവേലി എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിലൊക്കെ എപ്പോഴും പൂവുണ്ടാവുന്നതാണ്. പിന്നെ അതുപോലെ പലതരത്തിലുള്ള ചെമ്പരത്തി ഉണ്ട്. ഇത് കണ്ടില്ല, ഇതൊരു ഷെയ്ഡാണ്. ഇന്നലെ ഇതിലൊരു പൂവുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. ഒരു ഇങ്ങനെ കട്ടയായിട്ടുള്ള ഐറ്റം ഇല്ലേ, അതായിരുന്നു ഇത്. അതിലൊക്കെ പൂവുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇത് വെറൈറ്റി ആയിട്ടുള്ള റോസാണ്. ഇത് ഏകദേശം ഒരു കട്ടയായിട്ട് വരുന്ന ഒരു പിങ്ക് റോസാണ്. അതുപോലെ ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തിയാണ് കേട്ടോ. ഇതിൻ്റെ ഇല തന്നെയാണല്ലോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലയാണ്. ഇതിലെ കളർ എന്ന് പറഞ്ഞാൽ, ഇതിലെ ചെമ്പരത്തിയുടെ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വയലറ്റ് കളറാണ്. അങ്ങനെ വയലറ്റ് ആയിട്ടുള്ള ചെമ്പരത്തി ഒന്നും അധികം ഉണ്ടാവില്ല. ഇതൊരു ലൈറ്റ് വയലറ്റ് ആയിട്ടുള്ള ഒരു ചെമ്പരത്തിയാണ് കേട്ടോ. അതിൽ പൂവ് ഉണ്ടാവാറുണ്ട്, ഇടയ്ക്കൊക്കെ പൂവ് ഉണ്ടാവാറുണ്ട് അതിൽ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അറിയായിരിക്കും കലമ്പട്ട. ഇതാണ് കലമ്പട്ട. ആർക്കും ഈ മലമ്പ്രദേശത്തൊക്കെ അല്ലെങ്കിൽ മലയൊക്കെ കണ്ടു വളർന്നവർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ഈ മലമ്പ്രദേശത്ത് മലയിലൊക്കെ പോകുമ്പോൾ കാണപ്പെടുന്ന ഒരു പൂവാണിത് പണ്ടൊക്കെ. ഇപ്പോൾ നാട്ടിലൊക്കെ കൃഷി നഴ്സറിയിലൊക്കെ എപ്പോഴും വിൽക്കാൻ വയ്ക്കുന്നതാണ്. പക്ഷെ ഒരു ഹൈബ്രിഡ് ഐറ്റമാണ്, അധികം പൊങ്ങില്ല, ആ രീതിയിലുള്ളതാണ്. ഇതിൻ്റെ 2 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ എപ്പോഴും പൂവുണ്ടാവും. ഇതിൽ നല്ലോണം പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കണ്ടില്ലേ, ഇത് ബോൾ അരളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നല്ല വെയിലാവുമ്പോൾ ഇതിൽ നല്ല മഞ്ഞയ്ക്ക് നല്ല ഭംഗിയാണ്. ഇത് വെട്ടി നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞത് നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ കാണുന്ന ഇതാണ് ഒരു ഓർക്കിഡാണ് അല്ലേ, ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതിൻ്റെ തന്നെ അറിയാലോ, സാധാരണ നമ്മൾ വീട്ടിൽ കാണുന്നത് ഈ ഒരു വയലറ്റ് കളർ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. അതൊക്കെയാണ് സാധാരണ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം എൻ്റെ ഒരു 8-9 ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ കലമ്പട്ടയുടെ കണ്ടില്ലേ, ഇത് ലീഫ് വേറെ തരത്തിലുള്ള കുറച്ചുകൂടെ ചെറിയ പൂവുള്ള കലമ്പട്ടയാന്ന് പറയാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലെ ഇവിടെ സൈഡിൽ തന്നെ ചെത്തിയും, സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന അശോക ചെത്തിയാണിത്. അതുപോലെ ഇതും വേറെ തരത്തിലുള്ള ഒരു ചെമ്പരത്തിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഓറഞ്ചാണ് കേട്ടോ. ഇതിലിപ്പോൾ മൊട്ടുണ്ട്, പക്ഷെ ഇതിൽ കണ്ടില്ല പുഴു പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് ഗോൾഡൻ കാസ്കേഡ് എന്നാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറിയ തൈ കൊണ്ട് നട്ടതാണ്. ഇപ്പോൾ ഇത് വലുതായിട്ടുണ്ട്. ഇതിൽ പൂവൊക്കെ ആവാറായിട്ടുണ്ട്. ഇതിലെ നിങ്ങൾ വെറുതെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി അറിയില്ലാത്തവരൊന്നും ഗൂഗിളിൽ അടിച്ചു നോക്കി അറിയാൻ പറ്റും. ഗോൾഡൻ കാസ്കേഡ് മഞ്ഞ കളറാണ് ഇതിൻ്റെ പൂവ്. ഇതിൽ പൂവൊക്കെ ആവാൻ വേണ്ടി ഇതിനിങ്ങനെ പടരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വള്ളിയൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തേക്കുവാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ് ഇതിലെ പൂവൊക്കെ കാണാൻ. പിന്നെ ഉള്ളത് മരമുല്ല. ഇത് മരമുല്ലയാണ്. ഇതിൻ്റെ ഈ പൂ കണ്ടില്ലേ, ഇല്ലേ, ഇത് നല്ല കാണാൻ പറ്റുമോ, നല്ല സ്മെല്ലാണ്. ഇതിപ്പോൾ ഉള്ള സ്മെല്ലല്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു രാത്രി 8 മണിയൊക്കെ വരുമ്പോൾ ഒറ്റ പൂവ് മതി ഇതിന് ഇവിടെ ഈ ഒരു ഗാർഡൻ മുഴുവൻ ഇതിൻ്റെ സ്മെല്ലായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ വേറൊരു ഐറ്റം ആണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഇതിൽ കുറച്ചും കൂടി ചെറിയ പൂവാണ്. കണ്ടില്ലേ, ഇതിന് അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ്. സൂപ്പർ സ്മെല്ലാണ് ഇതിന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ പറയില്ല, ഇതൊക്കെ നമ്മൾ വളർത്തിയിലൊക്കെ പൂവ് ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് എൻ്റെ അടുത്ത് ഡിഫറെൻ്റ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എനിക്കറിയാം, ഇത് വളർത്തുന്നവർക്കും അറിയാം. അപ്പോൾ ഇത് വേറെ ഒരു ഐറ്റമാണ് ബ്രൈഡൽ ബൊക്ക. ബ്രൈഡൽ ബൊക്ക എൻ്റെ ഒരു 3-4 കളക്ഷൻ ഉണ്ട്. ഇത് തന്നെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലല്ല കേട്ടോ ഞാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്തതാണ്. കാരണം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ 2 മെയിനായിട്ട് റംബൂട്ടാനാണ്. റംബൂട്ടാൻ ഇങ്ങനെ പടർന്ന് നിൽക്കുവാണ്. അതിൽ ജൂൺ ജൂലൈയിലൊക്കെ നല്ലോണം റംബൂട്ടാനൊക്കെ ഉണ്ടാവും. അത് ഇങ്ങനെ പടർന്ന് നിൽക്കണ കാരണം അത് ഞാൻ ഫ്രണ്ടിൽ എനിക്ക് അങ്ങനെ ഒന്നും വെക്കാൻ പറ്റണില്ല. പക്ഷേ സൈഡിൽ ഇങ്ങനെ 2 സൈഡിലും വീടിൻ്റെ 2 സൈഡിലും പിന്നെ ഇൻഡോർ ആയിട്ടൊക്കെയാണ് ചെടികൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് വേറെ ഒരു ഐറ്റമാണ്. കണ്ടില്ലേ, ഇതിൽ പൂ കണ്ടില്ല, ഒരു പ്രത്യേക ഭംഗിയാണ്. ഇല്ലേ, ഇതൊരു വേറെ ഐറ്റമാണ്. കണ്ടില്ലേ, റോസ് പൂ പോലെയാണ് അല്ലേ ഇരിക്കുന്നത്. ഇത് ശരിക്കും ഈ വയനാട് ഏരിയയിലൊക്കെ കാണുന്നത്. ഇതിൻ്റെ ഈ പിങ്കും ഉണ്ട്, അതുപോലെ തന്നെ ഇതുപോലത്തെ റെഡും എൻ്റെ കയ്യിലുണ്ട്. റെഡ് ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്നത് റെഡാണ്. പക്ഷെ ഇതിൽ കഴിഞ്ഞ ആഴ്ച പൂവുണ്ടായിരുന്നു. ഇതിൽ കണ്ടില്ലേ, ഇത് റെഡ് ആണ്. ഇതിൽ മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇത് നല്ല രീതിയിൽ പൂവുണ്ടാവണതാണ് കേട്ടോ. പിന്നെ കാണിക്കാനുള്ളത് അതിൻ്റെ കൂടെ കുറേ ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ പരിചയപ്പെടുത്താം. എല്ലാം കൂടി പരിചയപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ മുല്ല ഉണ്ട് കേട്ടോ. മുല്ല നമ്മുടെ കട്ടമുല്ല ഉണ്ട്, അതുപോലെ സാധാ മുല്ലയുണ്ട്. അപ്പം അത് ഉണ്ട്. അതുകൂടാതെ കണ്ടില്ലേ ചെത്തി, ഇത് ഒരു ലൈറ്റ് പിങ്ക് ചെത്തിയാണ്. ഞാൻ പറഞ്ഞില്ല, യെല്ലോ ചെത്തി ഉണ്ട്, അതുപോലെ ഓറഞ്ച് ചെത്തിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിലൊക്കെ കണ്ടില്ല, വേനൽക്കാലം ആയിക്കൊണ്ടിരിക്കുന്ന കാരണമാണെന്ന് തോന്നുന്നു
എല്ലാത്തിലും തന്നെ മൊട്ട് വന്ന് ഒക്കെ ഇതിലൊക്കെ നല്ലോണം പൂവുണ്ടാവുന്ന രീതിയിൽ റെഡി ആയി ഇരിക്കുകയാണ് കേട്ടോ. എല്ലാത്തിലും തന്നെ നല്ല രീതിയിൽ പൂവുണ്ടാവുന്ന രീതിയിലായിട്ടുണ്ട്. ഇതൊക്കെ ഇനി നോക്കിയാൽ മാത്രം മതി. നല്ലോണം കുറച്ച് വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി കയറി വരുമായിരിക്കാം. കണ്ടില്ലേ? പിന്നെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ സാധാരണ റോഡ് സൈഡിലൊക്കെ അരൂര് ആ റൂട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നവർക്ക് കാണാൻ പറ്റും. അവരുടെ സൈഡിൽ മുഴുവൻ ഈ ഒരു ചെടിയാണ് വെച്ച് പിടിപ്പിച്ചത്. ഇതിൻ്റെ 3 കളറുണ്ട് കേട്ടോ. ആ 3 കളറും ഉണ്ട്. ഇതിലൊക്കെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ കുറച്ച് പൂവൊക്കെ ഉണ്ട്. ഇതാണ് ഉള്ളത്. പിന്നെ ഇത് പാരിജാതത്തിൽ പൂവുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇതിലൊക്കെ മൊട്ട് വരുന്നുണ്ട്. എല്ലാത്തിലും മൊട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, ഒരു പൂവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കണ്ട എല്ലാത്തിലും മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അതിൽ പൂവൊക്കെ ഉണ്ടായി വരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഇത് പവിഴമല്ലിയാണ് കേട്ടോ. പവിഴമല്ലി ഇത് ഞാനൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുവാണ്. ഇതിൽ വീണ്ടും വലുതായി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിലും അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ്. ഈ പവിഴമല്ലി നിങ്ങൾ വെറുതെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി അറിയാൻ പറ്റും, അറിയില്ലാത്തവർ. നല്ല രീതിയിൽ നല്ല സ്മെല്ലാണ് ഇതിന്. ഇത് അതിൻ്റെ ഒരു ഹൈബ്രിഡ് ഐറ്റമാണ്. അത് അധികം പൊങ്ങില്ല, ചട്ടിയിൽ വെച്ചാണ് കാരണമായിരിക്കാം അധികം പൊങ്ങില്ല. ഇതിന് നല്ല സ്മെല്ലുള്ള ഒരു ഐറ്റമാണ്. ഇത് വേറൊരു ചെടി. ഇതിലെ 2 തരത്തിലുള്ള പൂവാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഇതൊരു ക്ലൈംബറാണ്. ഇതിൽ ഇടയ്ക്ക് റെഡ് കളർ പൂവും ഇടയ്ക്ക് വൈറ്റ് കളർ പൂവാണ് ഇതിലുള്ളത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ അവിടെ നേരത്തെ ഒരു യെല്ലോയും കോളാമ്പി പോലത്തെ ഒരു പൂവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ റെഡും അതിൻ്റെ പിങ്ക് കളറാണ്. പിങ്ക് ഒരു ഐറ്റമാണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതൊരു ക്രീപ്പറാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, അതൊക്കെ ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. പിന്നെ അതിൻ്റെ കൂടെ സൈഡിലൊക്കെ ആയിട്ട് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പല വെർഷനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇവിടെ കണ്ടില്ലേ, ഇത് ആമ്പലിൻ്റെ, ഇതിൽ ഞാൻ 2 ആമ്പൽ തൈ നട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ആമ്പൽ തൈ ഉള്ളൂ. കുറച്ച് ചെറിയ മീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടേക്കുവാണ്. കാരണം കുറേ നേരം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊതുക് ശല്യമൊക്കെ വരില്ല. അത് കാരണം ഞാൻ അതിലൊക്കെ ഇങ്ങനെ കുറച്ച് മീനൊക്കെ അതിൽ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, അതിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. അത് നല്ലോണം മുട്ടൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലോ, ആമ്പലിലെല്ലാത്തിനും തന്നെ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് വേറെ ഒരു ക്ലൈംബറാണ്. കണ്ടില്ലേ, ഇതിലൊക്കെ പൂക്കളായി നിൽക്കുകയാണ്. കണ്ടോ, ഇത് നമ്മൾ സർപ്പഗന്ധി എന്ന് ചിലർ വിളിക്കും, അല്ലെങ്കിൽ ഇതിനെ പറയുന്നത് ഗാർലിക് വൈൻ. ഗാർലിക് വൈൻ എന്നാണ് സാധാരണ നമ്മൾ നഴ്സറിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പേര് പറയാറില്ല. ഗാർലിക് വൈൻ. ഇതിലെ പൂവാണ് നല്ല ഭംഗിയാണ്, കൊലച്ച് നിൽക്കും. ഇതെൻ്റെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ നട്ടിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ആഴ്ച ഫുൾ പൂവായിരുന്നു, നല്ല ഭംഗിയായിരുന്നു അതിലെ പൂ കാണാൻ കേട്ടോ. അപ്പോൾ ഇതിലും പൂവായിട്ട് വന്നിട്ടുണ്ട്, പൂവൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ കണ്ടില്ലേ, ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു പേരയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നില്ല, ശരിക്കും ഇതൊരു പേരയാണ്, ഒരു വെറൈറ്റി പേരയാണ്. പേരയ്ക്കാണ്, പക്ഷെ അതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നില്ല അത്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ കണ്ടില്ലേ, ഇത് വേറെ ക്യാറ്റ്സ് ക്ലോ. ഇതിലും കണ്ടില്ലേ ഒരുപാട് മുട്ടൊക്കെ വന്ന് നിൽക്കുവാണ്. ഇതിൽ പൂവുണ്ടാവാൻ തുടങ്ങുവാന്ന് തോന്നുന്നു. ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൽ കൊലച്ച് പൂവുണ്ടാവും. പിന്നെ നോക്കുകയാണെങ്കിൽ കുരുമുളകാണ് പിന്നെ ഉള്ളത്. കുരുമുളകാണ് വേറെ എൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 10-12 കുരുമുളക് തൈകൾ, കുറ്റി കുരുമുളക് ഞാൻ ഇങ്ങനെ ചട്ടിയിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ ചട്ടിയിൽ 3 കുരുമുളക് തൈ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വലുതായിട്ട് ഇതിലൊക്കെ എപ്പോഴും കുരുമുളകാണ്. അതാണ് ഇതിൻ്റെ വേറെ ഒരു ഇത്. നമുക്ക് എപ്പോഴും ഇതിൽ കുരുമുളകാണ്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റ് സൈഡിൽ വീടിൻ്റെ റൈറ്റ് സൈഡിലും ഉണ്ട് ഒരു 8-9 ചട്ടിയിൽ അവിടെയും വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതിൽ കുരുമുളകാണ്. വീട്ടിൽ വേറെ പുറത്തുനിന്ന് കുരുമുളകൊന്നും വാങ്ങിക്കേണ്ടി വരാറില്ല. ഇവിടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കുരുമുളക് കിട്ടാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കണ്ടില്ലേ, വീടിൻ്റെ സൈഡിലൊക്കെ തന്നെ കുറച്ച് ഈ ചെടികളിലേക്ക് ഇടയ്ക്ക് തന്നെ അച്ഛനാണ് നട്ടേക്കണത്. കണ്ടില്ലേ, അച്ഛന് മെയിനായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത്, അച്ഛൻ ഈ ചെടികളൊന്നുമല്ല, കൃഷിയാണ് മെയിനായിട്ട്. പലതരത്തിലുള്ള ഫ്രൂട്ട്സ് തൈകൾ, അതുപോലെ വാഴ, അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് അച്ഛന്. അപ്പോൾ അച്ഛന് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോയി കുറച്ച് വെണ്ടയ്ക്ക, വലിയ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. തക്കാളി, കുരുമുളകൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കണുണ്ടപ്പോൾ നട്ടതായിരിക്കാം, അങ്ങനെ നട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് വേറെ ഒരു ശരിക്കും പറഞ്ഞാൽ റെഡ് പേരയ്ക്കാണ്. ഒരു വെറൈറ്റി പേരയ്ക്കാണ്, റെഡ് കളറാണ് ഇതൊരു പേരയാണ് കേട്ടോ. ഇതൊരു പേരയാണ്. അല്ല, ഇല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല, പക്ഷേ ഇതൊരു പേരയാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ നട്ടേക്കണതാണ്. ഇത്രയൊക്കെയാണ് ഈ സൈഡിൽ വെച്ചേക്കണത്. ഇനി മെയിനായിട്ടുള്ള എൻ്റെ വേറൊരു കളക്ഷൻ എന്ന് പറയുന്നത്, മെയിനായിട്ട് വരുന്നത് അഡീനിയം ഉണ്ട്. പിന്നെ അതുപോലെ ബൊഗെയിൻ വില്ലയുടെ ഏകദേശം ഒരു 10-15 കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഉള്ളത് പിന്നെ കുറച്ച് ജെറുബറയൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ബൊഗെയിൻ വില്ല കളക്ഷൻ. വീടിൻ്റെ മതിലിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം വെച്ചിരിക്കുന്നത് മതിലിലാണ്. ഇതിൻ്റെ കേസിൽ പിങ്ക് ഉണ്ട്, അതുപോലെ പിങ്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ് ഉണ്ട്.
കണ്ടില്ലേ. പിന്നെ ഇത് വൈറ്റിൽ ഒരു ഷെയ്ഡ് വന്നേക്കണതാണ്, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വന്നേക്കണ ഒരു ഐറ്റമാണ്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ കണ്ടില്ലേ ഇവിടെ അടീനയൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത്. അടീനയും വെച്ചിരിക്കുന്നത് ഇത് ലൈറ്റ് പിങ്ക് ഐറ്റമാണ്. ഇതൊക്കെ പൂവായി വരുന്നത് ജനുവരി ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്തായാലും നല്ലവണ്ണം പൂവാവും. ഇതൊക്കെ ഈ ഒരു ഐറ്റം എന്നൊക്കെ പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഏകദേശം 1000 രൂപയൊക്കെ വരും. ഞാനിതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനൊക്കെ 200 രൂപ എന്ന് പറഞ്ഞാണ് ഇവിടെ വാങ്ങിച്ചു വെച്ചേക്കണത്. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ നല്ല വിലയാണ്. ഏകദേശം ഒരു 800-1000 രൂപ വരുന്ന ഐറ്റമാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഇത് തായ്വാനിൽ നിന്നൊക്കെ വരുന്ന ഒരു ഐറ്റമാണ്. ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ പൂവുണ്ടാവുന്നുണ്ട്. ഇത് കണ്ടില്ലേ, റെഡ് കളറാണ് കേട്ടോ. ഇത് നോക്കി ഉണ്ടോ, ഇത് റെഡ് കളറ് ഒരു ബൊഗെയിൻവില്ലയാണ്. ഇതിലൊക്കെ ഇങ്ങനെ പൂവുണ്ടായി വരുന്നുണ്ട്, നല്ല രീതിയിൽ പൂവുണ്ടാവുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ വേറെ അതേ ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ കണ്ടില്ല, ഇതൊരു ലൈറ്റ് ഓറഞ്ച് യെല്ലോ എന്ന് പറയാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ സൈഡിൽ കുറച്ച് അടീനയൊക്കെ വെച്ചിട്ടുണ്ട്. അടീനത്തിൻ്റെ കണ്ടില്ലേ, അതിൻ്റെയൊക്കെ പ്രത്യേകത കണ്ടില്ലേ, അതൊരു ബോൺസായി പോലെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ബോൺസായി പോലെയാണ്. അതുപോലെ ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് കളറ് ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സൈഡിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഞാൻ ഇനി പിന്നെ വേറൊരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഈ ചെടിയുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം വീട്ടിൽ ബട്ടർഫ്ലൈ വരും. അപ്പോൾ ബട്ടർഫ്ലൈ ഒക്കെ വരാൻ വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ചെടികളിലൊന്നും കലമ്പട്ട, ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ ഈ ചെടിയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളും കുറച്ച് പൊക്കം വയ്ക്കുന്ന ചെടികളും അരളിയുടെ ഡിഫറെൻറ്റ് കളറും അതുപോലെ കുറച്ച് ക്ലൈംബിങ് ചെടികളൊക്കെയാണ് ഈ സൈഡിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടികളുടെ കളക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അവിടെ ഞാൻ കുറച്ച് ക്രീപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ആന്തൂറിയം, അതുപോലെ കുരുമുളകും കുറച്ച് വേറെ ഇൻഡോറൊക്കെ ലെഫ്റ്റ് സൈഡിലുണ്ട്. പിന്നെ വീടിൻ്റെ കാർപോർച്ചിലായിട്ട് ഏകദേശം 10-48 തരത്തിലുള്ള ഡിഫറെൻറ്റ് ഇൻഡോർ ചെടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ നിങ്ങളെ വഴിയെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെടിയും, ഇതൊക്കെയാണ് എൻ്റെ ശരിക്കും ലോകം എന്ന് പറയാൻ പറ്റും. ഈ ചെടികളും പിന്നെ പഠിപ്പിക്കലും പിന്നെ കുടുംബമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ എനിക്കും പറഞ്ഞു തരിക. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.